देने की कोशिश करेगा तो उसकी खैर नहीं है. യെസ്, കഴിഞ്ഞ ദിവസം ഗാർഡിയൻ പുറത്തുവിട്ട ഒരു സുപ്രധാനമായ ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാനിലുള്ള 20ഓളം തീവ്രവാദികൾ, അതായത് ഇന്ത്യയെ എതിർക്കുന്ന 20ഓളം തീവ്രവാദികളെ അവിടെ ചെന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നതായിരുന്നു ഗാർഡിയൻ പുറത്തുവിട്ട വാർത്ത. ഈ വാർത്തയാണ് രാജ്നാഥ് സിംഗ് സ്ഥിരീകരിക്കുന്നത്. ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ ഈ വാർത്ത വലിയ ശ്രദ്ധേയമാകേണ്ടതാണ്. കാരണം നേരത്തെ ഒട്ടാവ, അതായത് കാനഡ, ഇങ്ങനെ ഒരു ആരോപണം ഇന്ത്യക്ക് നേരെ ഉന്നയിച്ചിരുന്നു. അവിടെ ഈ ഹർദീപ് സിംഗ് നിജാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണത്തിന് ഉത്തരവാദി ഇന്ത്യൻ ഏജൻസാണ് എന്ന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഇന്ത്യ ഇങ്ങനെ എക്സ്ട്രാ ജുഡീഷ്യലായ കില്ലിംഗ് ഇന്ത്യയുടെ ഒരു നയമല്ല, ഞങ്ങൾ രാജ്യത്തിന് പുറത്തുപോയി ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രീതി ഇന്ത്യക്കില്ല എന്ന് ആ ഘട്ടത്തിലാണ് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ കൊലപാതകങ്ങൾ ഇന്ത്യക്ക് നടത്താൻ കഴിയുമെന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്. ഇത് ഇനി അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് തന്നെ വീട്ടിൽ കയറി അടിക്കും, എവിടെ കയറി ഒളിച്ചിരുന്നാലും അവിടെ വീട്ടിൽ കയറി അടിക്കാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട്. അങ്ങനെ പോയി അവരെ കൊലപ്പെടുത്തുന്നത്. സാധാരണ ഇത് മൊസാദും അതുപോലെ KGB, അതായത് റഷ്യയുടെ രഹസ്യ ഏജൻസിയായ KGBയുമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പൊതുവെ ലോകത്തെല്ലാവരും പറയുന്നത്. ആ നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന ഒരു കാഴ്ചപ്പാടാണ് ദ ഗാർഡിയൻ എന്ന ഇംഗ്ലീഷ് ദിനപത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ആ വാർത്തയാണ് രാജ്നാഥ് സിംഗ്. നാളിതുവരെ ഇന്ത്യ അത് അംഗീകരിക്കാത്തൊരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ രാജ്നാഥ് സിംഗ് പറയുന്നു അതിനുള്ള ധൈര്യവും കരുത്തും. ദേശീയ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എപ്പോൾ നോക്കിയാലും രാജ്യസുരക്ഷ ഒരു വലിയ വിഷയം തന്നെയാണ്. അത് BJP വളരെ തന്ത്രപരമായി ഉപയോഗിച്ചിട്ടുള്ള വിഷയവുമാണ്. രാജ്നാഥ് സിംഗിന്റെ ഇന്നത്തെ വാക്കുകൾ അതിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്നതാണോ? രാജ്യസുരക്ഷ ഒരു വലിയ വിഷയമായി നിൽക്കുമ്പോൾ BJPക്ക് തീവ്രവാദികളെ അവരുടെ കേന്ദ്രങ്ങളിൽ പോയി നേരിടാനുള്ള ശക്തിയുണ്ട് എന്ന അവകാശവാദം അദ്ദേഹം വെക്കുമ്പോൾ, അതെ, സ്വാഭാവികമായും അത് ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടായിരിക്കണം അദ്ദേഹം അത് തുറന്നു പറയാൻ സമ്മതിച്ചത്. S. ജയശങ്കർ നാളിതുവരെ ഇത് മലേഷ്യസ് ആൻഡ് മിസ്ഇൻഫോമിംഗ് എന്നാണ് ഈ ഇത്തരം പ്രയോഗങ്ങളെ വിളിച്ചിരുന്നത്. ഇത് ഇന്ത്യയെ തകർക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി പ്രചരിപ്പിക്കുന്ന തെറ്റായ വാർത്തകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിൽ നിന്നാണ് രാജ്നാഥ് സിംഗ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന വാർത്ത കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ചേരാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു. ഇന്ത്യയുടെ ഭാഗം ആകണം എന്ന് ആവശ്യപ്പെട്ട് അവിടെ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ കശ്മീരിൽ സ്ഥിതിഗതികൾ സാധാരണഗതിയിലെത്തിയെന്നും രാജ്നാഥ് സിംഗ് ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. തീർച്ചയായും പൗരത്വ നിയമം മറ്റൊരു വിഷയമാണ്. നമ്മുടെ നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ ഒന്ന് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടതായിരുന്നു. പൗരത്വ നിയമം കാരണം ആർക്കും പൗരത്വം നഷ്ടമാകില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു ഈ അഭിമുഖത്തിലും രാജ്നാഥ് സിംഗ്. പ്രതിപക്ഷത്തിന് ജനങ്ങൾക്ക് മുന്നിൽ പറയാനൊന്നുമില്ല, അതിനാലാണ് തെറ്റിദ്ധാരണകൾ ഈ നിലയ്ക്ക് പരത്തുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. പൗരത്വ രജിസ്റ്ററിനെയും ഭയക്കേണ്ടതില്ല എന്നും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചാണ്. ഇലക്ട്രൽ ബോണ്ടുകളെ സംബന്ധിച്ച് നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് കോടതി അത് അംഗീകരിച്ചില്ലല്ലോ. പക്ഷേ അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായും ഇത് ആരാണ് ഈ പണം നൽകുന്നത്, ആർക്കാണ് ഈ പണം നൽകുന്നത് എന്ന വിവരങ്ങൾ രഹസ്യമാക്കി വെക്കണം എന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നത് നമ്മൾ രഹസ്യമാക്കി വെക്കുന്നു. അത് പുറത്തു പറയണം എന്നതൊരു സാഹചര്യം വന്നാൽ അത് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് പണം കൊടുക്കുന്നത് എന്നത് രഹസ്യമാക്കി വെക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വന്ന സാഹചര്യത്തിൽ അതിന് പക്ഷേ കോടതിയുടെ ഒരു അംഗീകാരം കിട്ടിയില്ല എന്നും അദ്ദേഹം പറയുന്നു. തീർച്ചയായും. പക്ഷേ ഇത് കോടതി തള്ളിക്കളഞ്ഞ വിഷയമാണ് എന്നത് വസ്തുത കൂടിയില്ലേ? അതെ, അതോടൊപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യം, ഗ്രൂപ്പ് നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയവരുടെ അതായത് കേസിൽ ചില ആളുകൾക്കെതിരെ റെയ്ഡ് നടക്കുന്നു. ആ റെയ്ഡ് നടക്കുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ അവർ വാങ്ങിക്കുന്നു, BJPക്ക് നൽകുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ 14ഓളം കമ്പനികളെ പറ്റി അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതിന് രാജ്നാഥ് സിംഗ് നൽകുന്ന മറുപടി, അവർ പണം നൽകിയിട്ടുണ്ടാക്കാം, പക്ഷേ അവരുടെ കേസുകൾ റദ്ദാക്കിയിട്ടില്ല, അവർക്കെതിരെയുള്ള കേസുകൾ തുടരും. പണം നൽകിയ വിവരം തനിക്കറിയില്ല, പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും കേസുകൾ ആരുടെയും റദ്ദാക്കിയിട്ടില്ല എന്നും അദ്ദേഹം ഈ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു.
എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിഷയം ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യ എടുക്കുന്ന നടപടികൾ തന്നെയാണ്. അത് ദേശീയ തലത്തിൽ നിന്ന് മാത്രമല്ല, ലോകം തന്നെ തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ നിൽക്കുന്ന അവസരത്തിൽ കൂടിയാണ് അത്തരമൊരു കാര്യം, സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ ഇന്ന് നടത്തിയിരിക്കുന്നത് എന്നതുകൂടിയുണ്ട് അല്ലേ? അതെ, അതിൽ ഈ ഷാഹിദ് ലത്തീഫ്, അതുപോലെ ബഷീർ അഹമ്മദ് പീർ, അതുപോലെ ഹർദീപ് സിംഗ് നിജാർ, പിന്നെ പരംജിത് സിംഗ് പഞ്ചാർ തുടങ്ങിയ ആളുകളുടെ മരണം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ലഷ്കർ ഇ തായ്ബയുടെ നേതാവ് റിയാസ് അഹമ്മദ് തുടങ്ങിയ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഈ ഗാർഡിയൻ ദിനപത്രം പറയുന്നത് ഇന്ത്യൻ സർക്കാർ ഇവർക്ക്, അല്ലെങ്കിൽ ഇവർക്ക് ഈ കൊല ചെയ്യാൻ, തീവ്രവാദികളെ കൊല്ലാനായി നിയോഗിക്കുന്ന ആളുകൾക്ക് വലിയ തോതിലുള്ള പണം കൊടുത്തു എന്നാണ്. അപ്പോൾ ഷാഹിദ് ലത്തീഫിൻ്റെ കൊലയാളിക്ക് ഏതാണ്ട് 1.5 മില്യൺ പണം പാകിസ്ഥാൻ രൂപ കൊടുത്താണ് ഈ കൊലയാളി ഉപയോഗിച്ചത്. അതിൽ വേറൊരു സുപ്രധാന കാര്യം കൂടി ഗാർഡിയൻ പറയുന്നുണ്ട്. അതായത് ഇവിടെ നിന്നും തീവ്രവാദ കാര്യങ്ങൾക്കായി പോയതിനു ശേഷം പിന്നീട് തിരിച്ചു വന്ന് കീഴടങ്ങിയിട്ടുള്ള മലയാളികളെ ഈ ദൗത്യത്തിന് ഉപയോഗിക്കുന്നു എന്നതാണ്. അപ്പം അത്തരം മലയാളികൾ കൂടി ഈ കൊലപാതകം, അതായത് തീവ്രവാദികളെ വിദേശത്ത് വെച്ച് വധിക്കാനുള്ള ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുകൂടി ഗാർഡിയൻ ദിനപത്രം വ്യക്തമാക്കുന്നു. തീർച്ചയായും എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് രാജ്നാഥ് സിംഗ് നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ. ആ അഭിമുഖവും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നെറ്റ്വർക്ക് 18 ആ അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. ഇന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവർ പുറത്തിറക്കിയിരിക്കുന്നു. ജാതി സെൻസസ് നടപ്പാക്കും, SC/ST OBC സംവരണം ഉയർത്താൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും, കരാർ വ്യവസ്ഥ എടുത്തുകളഞ്ഞ് മുഴുവൻ തസ്തികകളിലും സ്ഥിരം നിയമനം കൊണ്ടുവരും തുടങ്ങി ജനകീയ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. പാവപ്പെട്ടവർക്കായി മഹാലക്ഷ്മി പദ്ധതിയാണ് മറ്റൊരു പ്രധാന വാഗ്ദാനം. കുടുംബത്തിലെ മുതിർന്ന വനിതാ അംഗത്തിന്റെ അക്കൗണ്ടിൽ വർഷം 1 ലക്ഷം രൂപ നൽകുമെന്ന പ്രഖ്യാപനവുമുണ്ട്. വാർദ്ധക്യകാല വികലാംഗ പെൻഷൻ തുക 1000 രൂപയായി ഉയർത്തും. മുതിർന്ന പൗരന്മാർക്ക് യാത്രാ ഇളവുകൾ നൽകും. രാജസ്ഥാൻ മാതൃകയിൽ 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയവ പ്രഖ്യാപനങ്ങളായി ഉണ്ട്. അതെ, ഇത് പ്രധാനമായും ഈ ന്യായ് യാത്രയിൽ രാഹുൽ ഗാന്ധി പലതരം പ്രഖ്യാപനങ്ങൾ വെച്ചിരുന്നു. 5 ന്യായ് ഗ്യാരണ്ടികളൊക്കെ രാഹുൽ ഗാന്ധി നൽകിയിരുന്നു. ഇതൊക്കെ ഈ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ച് ജാതി സെൻസസ് എന്നത് കോൺഗ്രസ് വളരെ കൃത്യമായി നേരത്തെ തന്നെ അത് ആവശ്യപ്പെട്ടിട്ടും ഉള്ളതാണ്. മാത്രമല്ല, ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ പാവപ്പെട്ട സ്ത്രീകൾ വോട്ടർമാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉണ്ടാകും എന്നത് വളരെ വ്യക്തമായിരുന്നു. അതുപോലെ ഈ ചികിത്സാ ചിലവ്, സൗജന്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരിക, അതുപോലെ ചികിത്സാ ചെലവ് നടത്തുക, 400-ലധികം രൂപ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സാധാരണക്കാരുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതിയുടെ ഭാഗമായി വരും. അതുപോലെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ തസ്തികയിൽ അത് കൂടുതലും സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരിക, അതുപോലെ OBC പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം വർദ്ധിപ്പിക്കുക. മറ്റൊന്ന്, നേതാക്കൾ കൂറുമാറിയാൽ ഉടനടി അയോഗ്യരാക്കുന്ന നിയമം കൊണ്ടുവരും. അത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്വന്തം പാർട്ടിയുടെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രഖ്യാപനമായി തന്നെ പറയണം. ഒപ്പം താങ്ങുവില നിയമവിധേയമാക്കും എന്ന വാഗ്ദാനവുമുണ്ട്. ഇലക്ട്രൽ ബോണ്ടിന്റെ പണം കോൺഗ്രസും വാങ്ങിയതാണ്. പക്ഷേ എങ്കിൽ പോലും ഇലക്ട്രൽ ബോണ്ടിലും PM കെയർ ഫണ്ടിലും അന്വേഷണം കൊണ്ടുവരും എന്ന പ്രഖ്യാപനവും ഈ പ്രകടന പത്രികയിൽ ഉണ്ട്. ഇത്തരം വാഗ്ദാനങ്ങളാണ്. മനു, ഇത് നോക്കുമ്പോൾ ന്യായ് യാത്രയിലെ ഭാഗമായി രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ, 5 ന്യായ് യാത്രാ പ്രഖ്യാപനങ്ങളില്ലേ, അതിന്റെ ഒരു തുടർച്ച നമുക്ക് ഈ രാഹുൽ ഗാന്ധി ഈ യാത്രയിൽ ഉടനീളം പല ആളുകളുമായി സംവാദങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഈ ട്രൈബൽ വിഭാഗത്തിലെ ആളുകളുമായി ചർച്ചകൾ നടത്തി. തൊഴിലാളികളെ കണ്ടു, മിൽ തൊഴിലാളികളെ അദ്ദേഹം പ്രത്യേകം കണ്ടു, കർഷകരെ കണ്ടു, പലതരം സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകളെ, വ്യക്തിത്വങ്ങളെ എല്ലാം കണ്ട് അവരുടെയൊക്കെ ഒരു അഭിപ്രായത്തിൻ്റെ ഒരു കൂട്ടായ്മ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ആശയങ്ങളുടെ ഒരു സമുന്നയം നമുക്ക് ഈ പ്രകടന പത്രികയിൽ കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ഫോക്കസ് യുവാക്കളിലും സ്ത്രീകളിലുമാണ്. തൊഴിലില്ലായ്മ ഒരു വലിയ വിഷയമായി രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കോൺഗ്രസ് പ്രകടന പത്രിക തൊഴിലില്ലായ്മയെ വലിയ തോതിൽ അഡ്രസ് ചെയ്തു. അപ്പോൾ പോലും കോൺഗ്രസ് ഇതിലും ഗ്യാരണ്ടി തന്നെയാണ് അവരും പറയുന്ന വാക്ക്. ഗ്യാരണ്ടി ഞങ്ങളുടേതാണ് എന്ന് അവർ പറയുന്നുണ്ട്. അതിന്റെ തുടർച്ചയായി മാനിഫെസ്റ്റോയിലും അവർ ഗ്യാരണ്ടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ മോദി ഗ്യാരണ്ടിയെ
നേരിടാൻ പ്രാപ്തമാണോ ഇതെന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിൽ മനുവിന്റെ അഭിപ്രായം എന്താ? അത് ഈ ന്യായ് ഗ്യാരണ്ടി വേഴ്സസ് മോദി ഗ്യാരണ്ടി എന്നുള്ളൊരു തർക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ ഈ മോദി ഗ്യാരണ്ടി എന്നത് മോദി ഉപയോഗിക്കുന്നത് ഒരു പഞ്ച് ഡയലോഗായാണ്. അദ്ദേഹം ആളുകളെ വലിയ ക്രൗഡിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി അല്ലെ വലിയ ഒരു ആൾക്കൂട്ടത്തോട് സംവദിക്കാൻ അവരെ പെട്ടെന്ന് അവരുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. ഇത് മോദി ഗ്യാരണ്ടി, ഞാൻ ഏറ്റു. ഇപ്പോൾ നമ്മളൊരു പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളോട് വളരെ മുതിർന്ന ഒരാൾ വന്ന് സംവദിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ടാക്കുകയാണ് അദ്ദേഹം. പരിവാർ, ഞാൻ നിങ്ങളുടെ കുടുംബാംഗമാണ്. മാത്രമല്ല ഈ പരസ്യങ്ങളിലൊക്കെ കാണുന്നത് എൻ്റെ വീട്ടിൽ ഗ്യാസ് എത്തിക്കുന്നു, അതിന് കാരണം മോദിയാണ്, അപ്പോൾ എൻ്റെ കുടുംബാംഗമാണ് മോദി എന്ന തരത്തിലൊക്കെ ഉള്ളൊരു പഞ്ച് ഡയലോഗാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിനെ മറ്റൊരു തരത്തിൽ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന തരത്തിൽ, ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന തരത്തിൽ ആണ് കൂടുതലും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ മോദിയുടെ ഒരു നല്ലൊരു ഒറേറ്ററായ മോദിയുടെ പ്രഖ്യാപനത്തിൽ കഴിയുന്നു എന്നതാണോ മനസ്സിലാക്കുന്നത്? അല്ല, അങ്ങനെ അത് ഒരുപക്ഷെ വാചാലൻ അല്ലെങ്കിൽ കൂടുതൽ വാക്കുകൾ കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രിക്കാണ് കഴിയുന്നത് എന്നതൊരു സത്യമാണ്. അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആൾക്കൂട്ടം പ്രധാനമന്ത്രിയിൽ കാണുന്ന ആവേശം കണ്ടെത്തുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ്. അപ്പോൾ പോലും കോൺഗ്രസ് ഇതുവരെ അവരുടെ തെരഞ്ഞെടുപ്പിൽ അവർ മുഖ്യമായും എടുത്തു കാട്ടുന്ന തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സ്ത്രീകളുടെ പ്രാതിനിധ്യം, ജാതി സംവരണം ഉയർത്തും എന്ന കാര്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരുന്നത്. അപ്പോൾ പോലും CAA-യിൽ മൗനം പാലിക്കുന്നു എന്ന ഒരു വിമർശനം ഈ പ്രകടന പത്രികയെ സംബന്ധിച്ചുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ അത് എങ്ങനെ ബാധിക്കുമെന്നതാണ് മനു നോക്കിക്കാണുന്നത്. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രം ജയിച്ചാൽ പോലെ ഈ കേരള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നയം കോൺഗ്രസിനെ മറ്റെല്ലായിടത്തു നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. വയനാട്ടിലെ കൊടിയിൽ നിന്ന് തുടങ്ങാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിനോടൊപ്പം ലീഗിനോടൊപ്പമാണ് തെരഞ്ഞെടുപ്പിൽ വരുന്നത്. കോൺഗ്രസും ലീഗും ഒന്നിച്ചാണെന്നുള്ളതിനെ ഉത്തരേന്ത്യയിൽ ചിത്രീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? മാത്രമല്ല, രാഹുൽ ഗാന്ധി എടുത്ത എല്ലാ നയങ്ങളോടും ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകാത്തതല്ല. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് പൂർണ്ണമായും വാഷ് ഔട്ട് ആകുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ അമേഠിയിലെ ആളുകൾ തന്നെ പറഞ്ഞത്, രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിക്കുന്ന ഘട്ടത്തിൽ അവിടെ സ്മൃതി ഇറാനി ഉന്നയിച്ചൊരു വലിയ ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോവുകയാണ്, അവിടെ അദ്ദേഹം വേറെ തരത്തിലേക്കാണ് ആളുകളുമായാണ് ചങ്ങാത്തം വയ്ക്കുന്നത്, അതുകൊണ്ട് ഇവിടെ അദ്ദേഹം ഉണ്ടാകില്ല എന്നൊരു ഒരു പ്രതീതി ജനിപ്പിക്കാൻ സ്മൃതി ഇറാനിക്ക് ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യം കൂടിയാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടിയാകും. അതുകൊണ്ടാണ് ഈ രാം ജന്മഭൂമി വിഷയത്തിലോ CAA വിഷയത്തിലോ ഒക്കെ ഒരല്പം മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഒരു പക്ഷേ അത് കേരളത്തിൽ ഇടതുപക്ഷം കൂടുതൽ ശക്തിയായി പൗരത്വ നിയമത്തിൽ ഇവർ ഒന്നും പറയുന്നില്ല എന്ന ആക്ഷേപമായി ഉപയോഗിക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ കൂടുതലാണ് എന്ന് പറയാതിരിക്കാതെ. അത് പക്ഷേ ഇവിടെ വേറെ ഒരു തരത്തിൽ ഇവിടുത്തെ നേതാക്കൾക്ക് ശക്തമായി ഉന്നയിക്കാം. പക്ഷേ ദേശീയ തലത്തിൽ അത് ഒരു ഉന്നയിക്കുന്നത് ഒരു തിരിച്ചടിയാകും, അല്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ബോധം ഒരുപക്ഷെ കോൺഗ്രസിന് കിട്ടിക്കാണണം. അതുകൊണ്ടായിരിക്കും അവർ ആ കുറെ കൂടി തന്ത്രപരമായ ഒരു നിലപാടാണ്. മാത്രമല്ല, ഒട്ടനവധി ഇപ്പോൾ ഈ സിഖ് കമ്മ്യൂണിറ്റി, ഒട്ടനവധി ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് പൗരത്വമില്ലാതെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൗരത്വം കിട്ടാൻ പോകുന്നു എന്നത് അവർ വലിയ ആവേശത്തോടെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് പൊതു സിഖ് വിഭാഗത്തിന് തങ്ങൾക്കൊരു അംഗീകാരമുണ്ട് എന്നത് അവരെയും കൂടി ഇതിലേക്ക് അടുപ്പിക്കും എന്നൊരു ഫീലുണ്ട്. അതുപോലെ അവിടുന്ന് വന്നിട്ടുള്ള ആളുകളെല്ലാം കൂടുതൽ ഒരു BJP അനുകൂല നിലപാട് സ്വീകരിക്കാൻ ഇത് വഴിവെക്കും. അതേസമയം BJPക്ക് ഒരു കൃത്യമായൊരു കാഴ്ചപ്പാടിന് ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ സ്വാഭാവികമായും അവരെ വലിയ തോതിൽ പ്രതിപ്പെടുത്തേണ്ട എന്നൊരു നിലപാട് BJPക്ക് വളരെ ശക്തമായി എടുക്കാം. പക്ഷേ കോൺഗ്രസിന് അങ്ങനെ എല്ലാവരും ഉൾക്കൊണ്ടേ പോകാൻ കഴിയും. തീർച്ചയായും. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുമ്പോൾ കോൺഗ്രസ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 2-3 സ്റ്റെപ്പുകളിലൊന്നാണ് ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട്. കാരണം അവരൊരു അജണ്ട സെറ്റ് ചെയ്യുന്നു എന്ന് തോന്നിപ്പിച്ച നീക്കം കൂടിയായിരുന്നു. പക്ഷേ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നയൊക്കെ നൽകിക്കൊണ്ട് അതിനെ നേരിടാനുള്ള ശ്രമങ്ങളും BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് അതിൽ ഉറച്ചു നിൽക്കുന്നു. തൊഴിലില്ലായ്മയ്ക്കൊപ്പം തന്നെ ജാതി സെൻസസിന് വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്നതാണ് ഈ മാനിഫെസ്റ്റോ. അപ്പോൾ കോൺഗ്രസ് അവരുടെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു, അതുമായി കൃത്യമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് കാണാൻ കഴിയും. വെറും ഒരു അജണ്ട മാത്രമല്ല, കാരണം ഇതിൽ BJP ഉപയോഗിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണമാണ് BJP ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിലെ ഒരു ഹൈന്ദവ സമൂഹത്തെ ഭിന്നിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രധാന ഫാക്ടർ
ജാതിയാണ്. ജാതിയെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈ ഹൈന്ദവ വോട്ടുകളെ ഏകീകരിക്കാനുള്ളൊരു ശ്രമം BJP നടത്തുന്നത്. അതിനെ അമ്പെ പൊളിക്കുകയാണ് ഈ നീക്കത്തിലൂടെ കോൺഗ്രസ് നടത്തുന്നത്. അതായത് ഇവിടെ പല വിഭാഗത്തിലുള്ള ആളുകൾക്ക്, പിന്നോക്കാവസ്ഥയുള്ള ആളുകൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്ന തരത്തിലേക്ക് അത് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് പൊളിക്കാനാണ് ഈ ജാതി സെൻസസ് ഒന്നും നടപ്പിലാക്കില്ല, അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനത്തെയും അംഗീകരിക്കാൻ തയ്യാറാകാതെ നിൽക്കുകയും BJP അതേസമയം പിന്നോക്ക വിഭാഗക്കാരനായ ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞു എന്നതാണ് പാർട്ടിയുടെ ഒരു മികവായി അവർ ഉയർത്തിക്കാണിക്കുന്നത്. ഒപ്പം രാഷ്ട്രപതിയാകാൻ നമ്മളുടെ ഏറ്റവും വ്യക്തമായി അവർ തിരഞ്ഞെടുത്തത് ഈ ട്രൈബൽ വിഭാഗത്തിൽ നിന്നൊക്കെയുള്ള നേതാവ് എന്ന തരത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായൊരു സ്ത്രീയെ, പിന്നോക്ക സാഹചര്യങ്ങളിൽ നിന്ന ഒരു സ്ത്രീയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഉയർത്താൻ BJPക്ക് കഴിയുന്നു. അത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ജാതി ഇല്ല എന്ന് തെളിയിക്കാൻ BJP ശ്രമിക്കുന്നു. പക്ഷേ കോൺഗ്രസ് ജാതി സംവരണം അല്ലെങ്കിൽ ജാതി സെൻസസിലൂടെ ഈ സ്വാഭാവികമായും ഈ സംവരണം അവർക്ക് എത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ രണ്ട് ഐഡിയോളജിക്കൽ ക്ലാഷാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായും നമുക്കിനി ഇന്നത്തെ മറ്റ് വാർത്തകളിലേക്ക് കൂടി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. നാമനിർദ്ദേശ പത്രിക സമർപ്പണ സമയത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള വാർത്തകളാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണ സമയത്ത് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം ഇല്ലാതിരുന്നതിനാൽ അതൃപ്തി മറച്ചുവെക്കാതെ സുരേഷ് ഗോപി മത്സരിക്കുന്നത് താൻ ആണ്, മറ്റാരും വരേണ്ടതില്ല. തൃശ്ശൂരിൽ വന്ന് പ്രധാനമന്ത്രി തന്നെ പ്രോത്സാഹിപ്പിക്കുകയും അമിത്ഷായുടെ പിന്തുണ തനിക്കുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി, ഇന്ത്യ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ന്യൂസ് 18 സംഘത്തിനൊപ്പം ചേരുകയാണ്. സുരേഷിയുടെ തെരഞ്ഞെടുപ്പ് ചൂടിലാണെന്നറിയാം, വലിയൊരു പ്രവർത്തകരുടെ ഒരു പ്രവാഹം കാണുന്നു. എങ്ങനെ പോകുന്നു ഈ ചൂടത്തുള്ള പ്രചാരണമൊക്കെ? ആ ചൂടാണ് സത്യത്തിൽ ഇത് നല്ല ചൂടാക്കുന്നത്. നല്ലതാണ്, ക്ഷീണിക്കുന്നേ ഇല്ല. ക്ഷീണമുണ്ട്, പക്ഷെ അത് തരണം ചെയ്യും. ഈ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടു, മാറി മാറി വോട്ട് ചെയ്യുകയല്ല, മാറ്റി ചെയ്യുക എന്നുള്ളതാണ് സുരേഷിയുടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം. ഇപ്പോൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മറ്റ് കക്ഷികൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ EDA പോലുള്ള ഏജൻസികളുടെ കാര്യങ്ങളും കരുവന്നൂർ ബാങ്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ. അപ്പൊ അതിനൊക്കെ എന്താണ് മറുപടി? അല്ലല്ല, അതായത് അതിനെ പ്രചാരണ വിഷയമാക്കുന്നത് പോലെ. ജനങ്ങളുടെ കാര്യം എന്തിനാ പിടിച്ചു പറിക്കുന്നത് ജനങ്ങളെ? അത്രയും വിചാരിച്ചാ പോരെ അവര്. വലിയ പൊടിപ്പും തൊങ്ങലും ഡെക്കറേഷനും ഒന്നും വേണ്ടല്ലോ. അവരുടെ ആ പാവങ്ങളുടെ കാശ് തിരിച്ചു കൊടുക്കൂ. അച്ചിമാർക്ക് കൊടുക്കാതെ അവർക്ക് കൊടുക്കൂ. ഈ തൃശ്ശൂരിലേക്ക് ഇപ്പോൾ വോട്ട് ചോദിച്ചെത്തുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ തവണത്തെ അതേ മൂടാണോ അതോ അതിനും ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ഇപ്പോൾ കിട്ടുന്നത്? എന്താ നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? ഞങ്ങൾക്ക് നിഷ്പക്ഷമായിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? ഞങ്ങൾക്ക് നിഷ്പക്ഷമായിട്ടേ പറയാൻ പറ്റൂ. അതെ, പറഞ്ഞോളൂ. ഞാൻ എന്റെ ഹാപ്പിനെസ് പറഞ്ഞു. ശരി, ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ദൃശ്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു. ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ പത്തനംതിട്ടയിൽ, വയനാട്ടിൽ, തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക. അതിന് പക്ഷെ തൃശ്ശൂരിൽ അത്രയും പിന്തുണ ലഭിക്കാതെ പോയോ? പിന്തുണ എന്ന് പറഞ്ഞത് ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട്. ഞാനാണ് മത്സരിക്കുന്നത് തൃശ്ശൂര്, ഞാനാണ് മത്സരിക്കുന്നത്. അപ്പോ മറ്റൊരാളുടെ സാന്നിധ്യം ആവശ്യമില്ല, പ്രവർത്തകരാണ് പ്രധാനം. ആവശ്യമില്ല, ജനങ്ങൾ എന്നെയാണ് നോക്കുന്നത്. പിന്നെ എന്നെ ഇവിടെ അവതരിപ്പിച്ച അമിത്ഷാജിയെയും എനിക്ക് 2 or 3 പ്രാവശ്യം ഇവിടെ വന്ന് പിന്തുണ അർപ്പിച്ച എന്റെ പ്രധാനമന്ത്രിയാണ്. ഇതിനപ്പുറം എന്താണ്? ഒരു കാര്യം കൂടി, അതായത് ഈ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഇടയിലേക്ക് സുരേഷ് ഗോപി എത്തുമ്പോൾ ഈ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് മുൻ പ്രതിനിധികൾ പറഞ്ഞു എന്നുള്ളതും തൊട്ടുമുമ്പ് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എന്താണ്, സുരേഷ് ഗോപി എന്നുള്ള സ്ഥാനാർത്ഥി തൃശ്ശൂർകാർക്ക് കൊടുക്കാൻ പോകുന്നു. പറയുന്നില്ല. ഞാൻ എന്തിനു പറയണം? ഞാൻ ചെയ്തു കാട്ടാം. ഒരു മാറ്റത്തിന്റെ വലിയ വാതിൽ തുറന്നിടും തൃശ്ശൂർകാർക്ക് വേണ്ടി. ഉറപ്പായിട്ടും 2029 ഞാനോ എന്റെ സ്ഥാനത്ത് വേറൊരാളോ വരുമ്പോ വോട്ടിന് വേണ്ടി യാചിക്കേണ്ടി വരില്ല. ക്യാമറാമാൻ KP ധനേഷിനൊപ്പം വെൽദോപ്പൽ, പുതുച്ചേരി, ന്യൂസ് 18. എന്തായാലും എൽദോയോട് സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് സുരേഷ് ഗോപി. ഞാനാണ് മത്സരിക്കുന്നത് തവണയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ആരും വന്നില്ല എന്ന് അദ്ദേഹത്തിന് കുറ്റം പറയാനും കഴിയില്ല. കാരണം പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിനെ വന്നത്. പക്ഷേ അതിൽ കേന്ദ്ര നേതാക്കൾ ഇല്ലാത്തതിലുള്ള ഒരു അതൃപ്തി മറച്ചുവെക്കാതെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെന്നും നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ പ്രചരണ രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ സുരേഷ് ഗോപിക്ക് ഇന്നൊരു തിരിച്ചടി കൂടി ഉണ്ടായിട്ടുണ്ട്. വാഹന നികുതി വെട്ടിപ്പ് കേസിൽ നടനും തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിക്ക് വാഹന രജിസ്ട്രേഷൻ വഴി നികുതി വെട്ടിച്ചെന്ന കേസിൽ റദ്ദാക്കാനാവില്ല ആ കേസെന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കേസ് തള്ളണമെന്നാവശ്യപ്പെട്ടായിരുന്നു സുരേഷ് ഗോപി ഹർജി നൽകിയിരുന്നത്. എറണാകുളം ACJM കോടതിയാണ് ഈ ഹർജി തള്ളിയത്. നടൻ വിചാരണ നടപടികൾ നേരിടണമെന്നും ഇന്ന് കോടതി പറഞ്ഞു. അത്
സുരേഷ് ഗോപിക്ക് ഒരു ചെറിയ തിരിച്ചടിയാണ്. കാരണം അദ്ദേഹം ഈ പോണ്ടിച്ചേരി അഡ്രസ്സ് ഉപയോഗിച്ച് അന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഈ പോണ്ടിച്ചേരി അഡ്രസ്സ് ഉപയോഗിച്ച് ഒട്ടനവധി വാഹനങ്ങൾ വാങ്ങിക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ടായിരുന്നു. കാരണം ഒരു നികുതി ഇളവ് കിട്ടാൻ വേണ്ടി. പൊടുന്നനെയാണ് അത്തരം വിഷയങ്ങളിൽ ഒരു അന്വേഷണവും ഒക്കെ വന്നത്. അപ്പോൾ പലരും ഈ പോണ്ടിച്ചേരി അഡ്രസ്സ് തപ്പിപ്പോകുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും കടയുടെയോ അല്ലെങ്കിൽ വാടക വീടിൻ്റെയോ ഒക്കെ ഒരു അഡ്രസ്സ് കൊണ്ടാണ് ആളുകൾ ഈ രജിസ്ട്രേഷൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ സാഹചര്യം മാറിയത്, പക്ഷേ അത് സുരേഷ് ഗോപി അതിൽ നിന്ന് പണമടയ്ക്കാനും പിന്നീട് അത് ഒരുപക്ഷെ അദ്ദേഹത്തെ ആരെയും തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം അങ്ങനെ വാഹനം വാങ്ങിക്കാൻ ഇടയായത്. ഏതായാലും അന്നത്തെ ആ ഒരു അബദ്ധം അദ്ദേഹത്തിനെ വിടാതെ വർഷങ്ങൾക്ക് ശേഷവും പിന്തുടരുന്നു എന്നതാണ് ഇതിൽ വരുന്നത്. ഏതായാലും നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. ചെയ്തിരുന്നു അത് തെരയിളക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായ ദിവസമാണ്. സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. ഇതിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ 86 പേരുടെ പത്രിക തള്ളി. ഇതോടെ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണുള്ളത്. ഈ പത്രിക പൂരിപ്പിക്കാൻ അറിയാത്തവരാണ് പലപ്പോഴും ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് എന്നതുകൂടി രസകരമായ ഒരു കാര്യമാണ്. ഏതായാലും ഈ വിഷയത്തിൽ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് രൂപമാകും. ഏതായാലും ഇതിന് മുൻപ് വലിയ ആശങ്ക അപരന്മാരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. വലിയ ആശങ്കയായിരുന്നു അപരന്മാരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. കോട്ടയത്ത് ഒപ്പം തന്നെ പാലക്കാടും ഒക്കെ അത് വലിയ ഭീഷണിയായി നിലനിന്നിരുന്നെങ്കിൽ ഈ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ കുറച്ചൊരാശ്വാസമുണ്ട് കോട്ടയത്തും പാലക്കാട്ടും. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപര സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത്. എതിർപ്പുമായി UDF രംഗത്ത് വരികയും ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഒരാളുടെ പത്രിക പൂർണ്ണമായും പൂരിപ്പിച്ചിട്ടില്ല എന്നും രണ്ടാമത്തെയാളെ പിന്തുണച്ച 2 പേരും ഒരേ ബൂത്തിൽ നിന്നുള്ളവരാണെന്നും UDF ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അപരന്മാരുടെ പത്രിക തള്ളിയത്. കോട്ടയത്തെ UDF ക്യാമ്പിന് വലിയ ആശ്വാസമായിക്കൊണ്ടാണ് 2 അപരന്മാരുടെ പത്രികയും ജില്ലാ വരണാധികാരി തള്ളിയിരിക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി പാറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗമായ ഫ്രാൻസിസ് ജോർജ്, തിരുവനന്തപുരം അതായത് തൃശൂർ കേരള കോൺഗ്രസും തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് C. ജോർജ് എന്നീ 2 പേർ പത്രിക നൽകി. ഇവർക്ക് പാർട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് UDF സ്ഥാനാർത്ഥി അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇവരുടെ പത്രികയുടെ സൂക്ഷ്മ പരിശോധന സമയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ പത്രികയിൽ അത് അപൂർണമാണ് എന്ന ആരോപണം ആണ് പ്രധാനമായും ഉയർന്നത്. രണ്ടാമത്തെ ഫ്രാൻസിസ് E. ജോർജിന്റെ പത്രികയിൽ ഈ പിന്തുണച്ചവർ ഒരേ ബൂത്തിൽ നിന്നുള്ളവരാണ്. മാത്രവുമല്ല ഇതിലെ ഒപ്പുകൾ സംബന്ധിച്ച് വ്യാജമാണെന്ന സംശയം ഉയർന്നു. ഇതോടെ വൈകുന്നേരം 4 മണിക്ക് ഹിയറിംഗിനെത്താൻ ഈ മറ്റൊപ്പിട്ടവരെ അടക്കം കൊണ്ടുവരാൻ പിന്തുണച്ചവരെ അടക്കം കൊണ്ടുവരാൻ ജില്ലാ വരണാധികാരി നിർദ്ദേശം നൽകുകയായിരുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥികൾക്ക് ഇരുവരെയും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടിയാണ് UDFന്റെ ആവശ്യം പരിഗണിച്ച് ഈ പത്രിക തള്ളിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം പറ്റിക്കുകയാണ് ഈ 2 സ്ഥാനാർത്ഥികളും ചെയ്തത്. അവർ വ്യാജ ഒപ്പിട്ടാണ് ഇത്തരം നോമിനേഷൻ നൽകിയത് എന്നതടക്കമുള്ള ആരോപണമാണ് UDF ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കെതിരെ കേസ് എടുക്കണം എന്ന ആവശ്യവും UDF മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമായി വന്നിരിക്കുകയാണ്. LDFനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. LDFന്റെ ഒരു പ്രതികരണം ഇനിയും വന്നിട്ടില്ല. അതിനുമപ്പുറത്തേക്ക് ഒരു പരിധിവരെ ഈ അപരന്മാരുടെ പത്രിക തള്ളിയത് കോൺഗ്രസ് UDFന് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജിന്, UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനും ഇനിയും ചിഹ്നമാകാനിരിക്കുന്നതേ ഉള്ളൂ. ഏതെങ്കിലും സ്വതന്ത്രരുടെ ചിഹ്നമായിരിക്കും ലഭിക്കുക. സമാനമായി ഫ്രാൻസിസ് ജോർജ് എന്ന പേരിൽ മറ്റ് സ്വതന്ത്രന്മാർ വരുമ്പോൾ അവരുടെയും ചിഹ്നവും ഇതുമൊക്കെ ഈ ജനങ്ങളെ വലയ്ക്കും, അതായത് അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്നൊരു ആശങ്ക UDF ക്യാമ്പിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്തായാലും ആ ആശങ്ക കൂടിയാണ് ഇപ്പോൾ അകന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, 80-ലധികം ആളുകൾക്ക് ഈ പത്രിക പൂരിപ്പിക്കാൻ അറിയില്ല എന്ന് വ്യക്തമായി. നിർഭാഗ്യം കൊണ്ട് അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവർ ജയിച്ചാൽ ഉള്ള ഒരു സാഹചര്യമാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു അല്ലേ? ഏറെക്കുറെ വ്യക്തമായെന്ന് പറയണം. കാരണം 8-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അതോടുകൂടിയാണ് ഈ കുറച്ചുകൂടി വ്യക്തമായ ഒരു സ്ഥാനാർത്ഥി ചിത്രം പുറത്തു വരിക. മാത്രമല്ല
ഈ വിമതന്മാർ, അപരന്മാർ എന്നിവരെയൊക്കെ പിൻവലിപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നണി നേതൃത്വവും മുന്നണി സ്ഥാനാർത്ഥികളും ഒക്കെ. ഏതായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ 86 പത്രികകളാണ് സംസ്ഥാനമാകെ തള്ളിയത്. ഇതോടെ 204 സ്ഥാനാർത്ഥികളാണ് ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇനിയുള്ളത്. 8-ാം തീയതി മാത്രമേ കൃത്യമായ ഒരു ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യം കൃത്യമായ ഒരു കണക്ക് കൂടി വരികയുള്ളൂ. തിരുവനന്തപുരത്ത് 13 പത്രികകളാണെന്ന് തള്ളിയത്. ആറ്റിങ്ങലിൽ 7, കൊല്ലത്ത് 3, പത്തനംതിട്ട 2 പത്രികകൾ തള്ളി. അങ്ങനെ ഓരോ ജില്ലയിലും തള്ളിപ്പോയ പത്രികകളുണ്ട്. ഇതിനൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യവും ഇന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അത് അന്തിമ വോട്ടർ പട്ടിക എന്നുള്ളതാണ്. 6.49 ലക്ഷം വോട്ടർമാരാണ് അധികമായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. ആകെ വോട്ടർമാരുടെ എണ്ണം 2,77,159 ആയിരുന്നു. ഇതിൽ ശുദ്ധീകരണം, വോട്ടർ പട്ടിക ഇരട്ടിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടെന്ന പരാതികൾ വന്നിരുന്നു. അതിൽ 2 ലക്ഷത്തോളം വോട്ട് അങ്ങനെ ഒഴിവായി. 5,34,394 പേരാണ് കന്നി വോട്ടർമാരായി ഈ പട്ടികയിലുള്ളത്. 6,49,833 വോട്ടർമാരുടെ വർധന. അങ്ങനെ കന്നി വോട്ടർമാരുടെ എണ്ണം വന്നു. സ്ത്രീ വോട്ടർമാരാണ് എപ്പോഴത്തെ പോലെ ഇപ്പോഴും കൂടുതലുള്ളത്. പ്രവാസി ഭിന്നലിംഗ വോട്ടർമാരും ഒക്കെ ഉണ്ട്. സ്ത്രീ പുരുഷ അനുപാതം 1000 സ്ത്രീകൾക്ക് 1068 പുരുഷന്മാർ എന്ന രീതിയിലാണ് സ്ത്രീ പുരുഷ അനുപാതമുള്ളത്. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ്. കുറവ് വോട്ടർമാർ വയനാടുമാണ്. ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് എല്ലാ നടപടിക്രമങ്ങളും വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. സംസ്ഥാനം പൂർണ്ണമായും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും അരുൺ, ഇവിടെ ഇപ്പോൾ ഈ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജും പാലക്കാട്ട് എ വിജയരാഘവനും കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് അമരന്മാരുടെ പിടിയിൽ നിന്ന്. കാരണം അവരുടെ അപരന്മാരുടെ പത്രിക തള്ളിയിരിക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കിയാലും ആശ്വാസകരമായ മറ്റൊരു കാര്യമുണ്ട്. CSI സഭ മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യയുടെ പത്രിക തള്ളിയിട്ടുണ്ട്. അതവിടെ ന്യൂനപക്ഷ വോട്ട് ഭിന്നിപ്പിക്കാനാണ്, BJP ആണ് അതിന് പിന്നിൽ എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. ആ പത്രിക തള്ളിയത് എങ്ങനെ പ്രതിഫലിക്കും? അത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഒരർത്ഥത്തിൽ അനുഗ്രഹമാണ്. കാരണം UDFന്റെ ഒരു വോട്ട് ബാങ്കായാണ് CSI സഭ കാലങ്ങളായി അറിയപ്പെട്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും CSI സഭ വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പ്രതീക്ഷയുള്ള ഒരു സഭാ വിഭാഗമെന്ന്. അവിടെ ഈ മുൻ ബിഷപ്പിന്റെ ഭാര്യ മത്സരിക്കുമ്പോൾ കുറച്ചു വോട്ടെങ്കിലും നഷ്ടപ്പെടുമെന്നൊരു ആശങ്ക മുന്നണി നേതൃത്വങ്ങൾക്കുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മാനം കൂടി അതിലുണ്ടായിരുന്നത്. CSI സഭയുടെ മുൻ ബിഷപ്പായ ധർമ്മരാജ് റസാലത്തിനെതിരെ വലിയ അന്വേഷണം, അനധികൃത സ്വത്ത് സമ്പാദന പരാതിയൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. സഭയിലെ മറ്റു വിഭാഗം തന്നെ അതിനെതിരെ രംഗത്ത് വന്നതാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ BJP നേതൃത്വം ഇടപെട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി. അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഭീഷണി ഉള്ളതുകൊണ്ട് സ്ഥാനാർത്ഥിയാവുകയായിരുന്നു എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ ഇതിനിടയിൽ വന്നിരുന്നു. ഈ സഭയ്ക്കുള്ളിലുള്ളവർ തന്നെ മുൻ ബിഷപ്പിന്റെ ഭാര്യയെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നതിനെതിരെ വലിയ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ആ സ്ഥാനാർത്ഥി തള്ളിപ്പോയതിലൂടെ വഴിമാറിയിരിക്കുന്നത്. UDFന് ഇപ്പോഴും ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. ഷൈൻലാൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി 2 ദിവസം മുമ്പ് സ്ഥാനമൊഴിഞ്ഞ ഷൈൻലാൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇനി പിൻവലിക്കാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ ഈ സൂക്ഷ്മ പരിശോധനയിലും ഷൈൻലാൽ സ്ഥാനാർത്ഥിയെ തുടരുന്നു. അത് UDF ക്യാമ്പിന് ചെറിയ ആശങ്കയുണ്ട്. നമുക്കറിയാം അത്രയധികം ശക്തമായ തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്ത്. ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. അതിന് കാരണം UDFന്റെ സിറ്റിംഗ് MP ശശി തരൂർ വലിയ സ്വാധീനമുള്ള നേതാവാണ്. സ്വാഭാവികമായി അദ്ദേഹം ഇപ്പോഴും വിജയം പ്രതീക്ഷിക്കുന്നു. BJP കേന്ദ്ര സഹമന്ത്രി രംഗത്തിറക്കി അതിശക്തമായ പോരാട്ടമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വോട്ട് അതുകൂടി തിരിച്ചുപിടിച്ച് ജയിക്കാമെന്ന് BJP കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ തവണയൊക്കെ 3ാം സ്ഥാനത്ത് പോയ ഇടതുമുന്നണി അവർക്ക് ഇവിടെ നിർത്താവുന്ന ഏറ്റവും ശക്തനായ, ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറങ്ങി പ്രചരണ രംഗത്ത് അതിശക്തമായി മുന്നേറും. അതുകൊണ്ട് അവർക്കും പ്രതീക്ഷയുണ്ട്. അത്തരത്തിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നതിനാൽ തന്നെ ഓരോ വോട്ടും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വിമതന്മാർ, അപരന്മാർ ഇവരുടെ ശല്യം പരമാവധി ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണി നേതൃത്വവും സ്ഥാനാർത്ഥികളും. വലിയ പ്രശ്നക്കാരാണ് എന്തായാലും. പക്ഷെ ഇവിടുത്തെ കാര്യത്തിൽ ഒരു പക്ഷേ ഇത് പിൻവലിക്കാനുള്ള സമയമാകുമ്പോഴത്തേക്ക് ഇവരെയൊക്കെ അനുനയിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ അപരന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഈ VM സുധീരൻ 2004 അദ്ദേഹത്തിന് ഒരു തോൽവി, 1009 വോട്ടുകൾക്ക് അദ്ദേഹത്തിന്
തോൽക്കുമ്പോൾ 8200 ആ വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ അപരൻ പിടിക്കുന്നു. അതേപോലെ നമ്മുടെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനും സമാനമായ ഒരു തോൽവി നേരിട്ടു. 89 വോട്ടിനാണ് അദ്ദേഹം തോറ്റത്. പക്ഷേ അപരൻ 460 വോട്ട് പിടിക്കുന്നു. മുഹമ്മദ് റിയാസിന് സമാനമായൊരു തോൽവി ഉണ്ടായി. 838 വോട്ടിന് തോറ്റപ്പോൾ അപരൻ 6371 വോട്ടിന് പിടിച്ചു. അതേസമയം അതേപോലെ ഈ ടീച്ചർക്കെതിരെ കെ സുധാകരൻ മത്സരിക്കുമ്പോഴും അപരൻ അവിടെ കെ സുധാകരൻ അപരൻ നിറയെ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായി വയനാട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് 2 അപരന്മാർ വന്നു. അതിൽ ഒരപരൻ എൻ്റെ അച്ഛൻ, അദ്ദേഹം വലിയ രാഹുൽ ഭക്തനായിരുന്നു, അല്ലെങ്കിൽ ഈ വലിയ കോൺഗ്രസ് പ്രിയമുള്ള ആളായിരുന്നു, രാജീവ് ഗാന്ധിയോടൊക്കെ വലിയ അടുപ്പമുള്ള ആൾ. അതുകൊണ്ട് മൂത്ത മകനെ രാഹുൽ ഗാന്ധി എന്നും രണ്ടാമത്തെ മകനെ രാജീവ് ഗാന്ധി എന്നും പേരിട്ടു. പക്ഷേ ഈ 2 പേരും തികഞ്ഞ CPM അനുഭാവികളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ഈ ഒരു രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മൂത്തയാളായ രാഹുൽ ഗാന്ധി ഒരു ഗവേഷണ വിദ്യാർത്ഥിയൊക്കെയാണ്. അപ്പോൾ ഈ തവണ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ മത്സരിച്ചിട്ട് വലിയ കാര്യമൊന്നുണ്ടായില്ല. 4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്, സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി. പക്ഷേ അദ്ദേഹം ഈ നമ്മുടെ അപരൻ രാഹുൽ ഗാന്ധി കണക്ക് കൊടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ 5 വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. അതുകൊണ്ട് ഇത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ മറ്റൊരു രാഹുൽ ഗാന്ധി അവിടെ കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മത്സരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ അഖിലേന്ത്യാ മക്കൾ കഴകം എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ വക്താവായിട്ടാണ് അവിടെ വന്നത്. അദ്ദേഹം പക്ഷേ രാഹുൽ ഗാന്ധിയല്ല, രാഗുൽ, അവിടെ തമിഴിലുള്ള ഒരു ഉച്ചാരണത്തിൻ്റെ ഭാഗമായിരിക്കും, രാഹുൽ ഗാന്ധി എന്ന പേരിലാണ് വന്ന് മത്സരിച്ചത്. അപ്പോൾ ആർക്കൊക്കെ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു അപരൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം എന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കും അപരനുണ്ട് എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അപരന്മാർ പിടിച്ച് കുലുക്കിയ പല പ്രമുഖരുമുണ്ട് അല്ലേ? VM സുധീരന്റെ പാർലമെന്ററി രാഷ്ട്രീയ ജീവിതം തന്നെ വഴിതിരിഞ്ഞു പോയത് ആ ഒരൊറ്റ തോൽവിയോടുകൂടിയാണ്. അപരൻ എത്രയോ ഇരട്ടി, ഭൂരിപക്ഷത്തിന്റെ ഏതാണ്ട് 7 ഇരട്ടിയോളം വോട്ട് സ്വന്തമാക്കി എന്ന ഒരു സാഹചര്യം. ഇതൊരു പൊതുവെ ഒരു ധാർമ്മികമായ ഒരു രീതിയല്ല എന്ന് ഈ സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കണം. കാരണം ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രൈറ്റ് ഫൈറ്റിലേക്ക് വരികയും അവിടെ കൃത്യമായി ഒരു ധാർമ്മികമായി കൂടി അത് സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കണം, മുന്നണികൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ വടകരയിൽ ടീച്ചർക്ക് ഭീഷണി ഇപ്പോഴും ഉണ്ട്. ആ അപരൻ ടീച്ചർ KK ശൈലജ ടീച്ചറുടെ അപര ഇപ്പോഴും മത്സര രംഗത്ത് തന്നെയുണ്ട്. അവരുടെ സൂക്ഷ്മ പരിശോധനയിൽ അത് അംഗീകരിക്കും, ആ പത്രിക സ്വീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഷാഫി പറമ്പിലിനും അവിടെ അപരന്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഇടങ്ങളിലാണ് എന്ന് ഓർക്കണം. A. വിജയരാഘവന്റെ അപരനെ അവർ പിടികൂടി. അദ്ദേഹത്തിന് കൃത്യമായ തള്ളി, അവിടെ കൃത്യമായ തരത്തിൽ അത് പൂരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതേപോലെ തന്നെ കാസർഗോഡും ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ഒരു അപരനുണ്ടായിരുന്നു. ആ അപരന്റെയും പത്രിക കൃത്യമായ ഇതില്ല എന്ന് കണ്ട് തള്ളുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ സുനിൽകുമാറിനൊരു അപരന്റെ പത്രികയുണ്ട്, അത് സ്വീകരിച്ചു. കൊടിക്കുന്നിൽ സുരേഷിന് 2 അപരന്മാരുണ്ട്, അവരുടെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ചില ഡെമ്മി സ്ഥാനാർത്ഥികളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ ഡെമ്മികൾ. ഒരുപക്ഷെ ഈ പ്രധാന സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക എന്തെങ്കിലും കാരണവശാൽ തള്ളിപ്പോവുകയാണെങ്കിൽ ഡെമ്മിയുടെയാണ് പലപ്പോഴും തള്ളിയിട്ടുള്ളത്. ഈ ചില ഘട്ടങ്ങളിൽ ഡെമ്മിയെ നിർത്താത്തപ്പോൾ, ഇപ്പം ഞാൻ ഓർക്കുന്നത് നമ്മുടെ തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ BJP പ്രധാന സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി, N. ഹരിദാസിൻ്റെ. അപ്പോൾ ഡെമ്മി ഉണ്ടായിരുന്നില്ല. അപ്പം മണ്ഡലത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും ഇഷ്ടമുള്ള മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ പറയുന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ സ്വാഭാവികമായും BJP CPM അലയൻസ് ഉണ്ട്, BJP കോൺഗ്രസ് അലയൻസ് ഉണ്ട് എന്നൊക്കെയുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഒരു വശത്തിങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഏറ്റവും കൂടുതൽ പത്രിക തള്ളിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് 9 പത്രികകളാണ് തള്ളിയിട്ടുള്ളത്. പൊന്നാനിയിൽ 12 പത്രിക തള്ളിയിട്ടുണ്ട്. പൊന്നാനിയിലാണ് ഏറ്റവും കൂടുതൽ പത്രികകൾ ഇപ്പോൾ കണക്കനുസരിച്ച്, ലഭ്യമായ കണക്കനുസരിച്ച് തള്ളിയിട്ടുള്ളത്. ശരി, നമുക്ക് ഒരു ഇടവേള കൂടി അത്യാവശ്യമാണ് മനു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം. ദി കേരള സ്റ്റോറി സിനിമ ദൂരദർശൻ എന്ന് സംപ്രേഷണം ചെയ്യുന്ന സാഹചര്യത്തിൽ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സിനിമ കേരളത്തെ അപഹസിക്കുന്നതായും മതസ്പർദ്ധ വളർത്തുന്നതാണ് എന്നുമാണ് LDFും UDFും ആരോപിക്കുന്നത്. വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് DYFI മാർച്ച് നടത്തി. സിനിമ സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജിയും സമർപ്പിച്ചിരുന്നു. എന്നാൽ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെ അനുകൂലിച്ച് BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്തെത്തി ഇരു മുന്നണികളെയും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു.
കേരള സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തർക്കം ഏറെക്കുറെ അവസാനിച്ചു എന്ന് കരുതുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ തർക്കം വീണ്ടും ഉരുത്തിരിഞ്ഞത്. കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി കേരള സ്റ്റോറി ഉപയോഗിച്ചതാണ്, അവിടെ പ്രചരണത്തിന് വന്നതാണ്. കേരളത്തിലെ സാഹചര്യം ഇതാണ് എന്നത് ചൂണ്ടിക്കാട്ടിയതാണ്. അമിത്ഷാ കേരളം അടുത്താണ് എന്ന കാര്യം കർണാടക ഓർക്കണം എന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശോഭാ കരന്തലജ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തെ നോക്കി പരിഹസിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന അവരുടെ ഭാഗത്തു നിന്നും അതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ചിത്രം, അതും ഒരു സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിലൂടെ നടത്താനുള്ള നീക്കം വരുന്നത്. അതിനെതിരെയാണ് ശക്തമായി കേരളം പ്രതികരിക്കുന്നത്. പക്ഷേ മനു, ഇവിടെ പൊതുവേദിയിൽ മനുവിനോടൊരു പ്രേക്ഷകൻ ചോദിച്ച കാര്യം, ഇത് ഇങ്ങനെ വിവാദമാക്കിയില്ലായിരുന്നു ദൂരദർശനിൽ ആരെങ്കിലും കാണുമോ എന്നൊരു ചോദ്യം ഇത്ര പ്രസക്തമാണ്. വളരെയധികം ശ്രദ്ധിക്കാതെ പോകുമായിരുന്ന ഒരു സിനിമയാണ്. ഒരുപക്ഷെ അത് തിയേറ്ററുകളിൽ പ്രതിഷേധമില്ലാതെ എത്തിയാൽ പോലും ഇത്രമാത്രം ശ്രദ്ധ പിടിച്ചു പറ്റില്ല. അപ്പോൾ ഏറ്റവും ഒടുവിലെ എനിക്ക് അതിൻ്റെ കൃത്യം കണക്ക് അറിയില്ലെങ്കിലും ഒരു ട്രേഡ് അനലിസ്റ്റ് കഴിഞ്ഞ തവണ വ്യക്തമാക്കിയത് അത് 225 കോടി രൂപ ഈ ചിത്രം കളക്ട് ചെയ്തു എന്നതാണ്. സാധാരണഗതിയിൽ ഒരുപക്ഷെ അത് വിവാദങ്ങളില്ലാതെ പുറത്തു വന്നിരുന്നെങ്കിൽ അത്ര ഉണ്ടാകുമായിരുന്നോ എന്ന് അറിയില്ല. ഏതായാലും ഇത്തരത്തിൽ ഒരു വിഷയം അതായത് കേരളത്തിൽ നിന്ന് ആളുകളെ മതപരിവർത്തനം ചെയ്ത് IS-ലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു വിഷയം അത് ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ തരത്തിൽ ആദ്യം പറഞ്ഞ 32,000-ലധികം ആളുകളെ ഇങ്ങനെ മതപരിവർത്തനം പിന്നീട് മാറ്റി 3 പേരിലേക്ക് ചുരുക്കി. ഒരുപക്ഷെ ഒരു 100ഓളം പേർ പോയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഇതായിട്ടുള്ളൊരു കണക്ക് വരുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ ന്യൂസ് 18 കേരളം ഈ സുദീപ്തോ സെന്നിനെ അഭിമുഖം നമ്മൾ എടുത്തിരുന്നു. അതുപോലെ തന്നെ വിപുൽ ഷായുടെയും എടുത്തിരുന്നു. നമ്മൾ അവരോട് ചോദിച്ചു പോലും ഈ 32,000 എന്ന കണക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. അപ്പോൾ അതിനവർ കൃത്യമായി മറുപടി പറഞ്ഞില്ല. പക്ഷേ അവർ പറഞ്ഞത് അത് 32,000 അല്ലെങ്കിൽ 3 പേരുടെ വിഷയമാണ് എന്ന് കരുതൂ. എങ്കിൽ പോലും ഇത് പ്രധാനപ്പെട്ടതല്ലേ, ആളുകളെ ഇങ്ങനെ പരിവർത്തനം ചെയ്ത് കൊണ്ടുപോയി തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു എന്നത് 3 പേരാണെങ്കിൽ കൂടിയും അത് സുപ്രധാനമല്ലേ എന്ന് വന്നു. ഏതായാലും ഈ നിമിഷ നായരുടെയും സോണിയ സെബാസ്റ്റ്യൻ്റെയും മെർലിൻ ജേക്കബിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട്. അത് പിന്നെ ഇതുപോലെ ഇരയാക്കപ്പെട്ട ആളുകൾ അവരെ വേദിയിൽ കൊണ്ടുവന്ന് അവർ ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. ഏതായാലും തീവ്രവാദത്തോട് കോൺഗ്രസിന് മൃദു സമീപനം എന്നതാണ് BJPയുടെ ആരോപണം. അപ്പോൾ ആ നറേറ്റീവാണ് അവർ കർണാടകയിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്താൻ ശ്രമിച്ചത്. പക്ഷേ അത് ക്ലിക്കായില്ല. അവിടെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്നാഥ് സിംഗിന്റെ അഭിമുഖം നമ്മൾ നോക്കിയാൽ തീവ്രവാദത്തെ നേരിടുന്നതിൽ ഞങ്ങളാണ് ഏറ്റവും ശക്തർ എന്നതാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അത് തീവ്രവാദികൾ എവിടെയായിരുന്നാലും അവിടെ ചെന്ന് ആക്രമിക്കുമെന്ന് അങ്ങനെ സ്വയം പറയുകയും കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള ഇടങ്ങൾ ഇങ്ങനെയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക എന്നതാണ് BJP തന്ത്രം. ആ രീതിയിലുള്ള പ്രൊപ്പഗണ്ടയാണ് ആ ചിത്രം വഹിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു ചിത്രം ദൂരദർശൻ പോലൊരു ചാനലിൽ വരുന്നു എന്നതായിരുന്നു അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ വലിയ വിമർശനം മുന്നണി ഭേദമില്ലാതെ അതിനെതിരെ ഉയർന്നു. നമ്മുടെ നാട്ടിൽ ഏതായാലും ഈ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് ഉണ്ടായിരുന്നു. ഇവിടെ ആളുകളെ കൊണ്ടുപോയി തടീൻ്റെ ഇവിടെ നസീറിന് ഉൾപ്പെടെ പിടികൂടുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പോൾ ഇവരെ അതിർത്തി കടത്തിവിട്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു, റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ മതപരിവർത്തനം ഉണ്ടോ എന്നുള്ളത് എത്രമാത്രമുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ആളുകളെ വിടുന്ന തീവ്രവാദ മതവിദ്വേഷം മാത്രം പരത്തുന്ന തരത്തിലുള്ള ചിത്രീകരിച്ച ഒരു ചിത്രം എന്നതും നമ്മൾ കാണാതിരിക്കുക. ആ രീതിയിൽ തന്നെയാണ് ആ ചിത്രം അവതരിപ്പിക്കുന്നത്. പറയുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ പക്ഷേ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് ഉണ്ട് താനും. അപ്പോൾ അത് ഓരോരുത്തരുടെ കാഴ്ചക്കാർക്ക് അനുസരിച്ചിരിക്കുക. ഏതായാലും ഒരു ചലച്ചിത്രം വന്നതുകൊണ്ട് ഇവിടുത്തെ സാമൂഹിക ഐക്യം കേരളത്തിന് നഷ്ടപ്പെടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന. അതെ, ഹൈക്കോടതി അങ്ങനെയുള്ള ഒരു പരാമർശം തന്നെയാണ്. ഇതിനെതിരായ ഹർജി വന്നപ്പോൾ കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹത്തിന് അതിനുള്ള ശക്തിയില്ലേ, അല്ലെങ്കിൽ ആ രീതിയിലല്ലേ അവർ അതിനെ കാണുള്ളൂ എന്ന ഒരു സുപ്രധാനമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്തായാലും നിരോധിക്കപ്പെട്ട സിനിമയല്ല, അതുകൊണ്ട് തന്നെ ദൂരദർശന് ഈ സംപ്രേഷണവുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം വിവാദങ്ങൾ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള വിമർശനവും ലക്ഷ്യമിടുന്നത് തന്നെയാണ്, വോട്ട് തന്നെയാണ്. അതാണ് അതിലെ കാര്യം. ശരി, എന്തായാലും നമ്മളുടെ സമയം അവസാനിക്കുകയാണ്. ഇന്ന് തിരയിളക്കം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇനി നാളെ. തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണല്ലോ അത് ജനങ്ങൾ